ശരത് ലാലിൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്. ശരത് ലാലിൻ്റെ പിതാവ് സത്യനാരായണനാണ് നമ്മോടൊപ്പം ചേരുന്നത്. നിങ്ങൾ നേരത്തെ തന്നെ ഈ പരോൾ അനുവദിച്ച ഘട്ടത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു, ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയിരുന്നു, ഇതിൽ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അതായത് ഇപ്പോൾ അതിൻ്റെ ആ ചട്ടലംഘനം തെളിയിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച കാര്യം ശരിയാണ് എന്നല്ലേ? അല്ല, ശരിയാണല്ലോ. അതെന്ന് വെച്ചാൽ 5-6 മാസത്തിനകത്ത് 3 പ്രാവശ്യം ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ വന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. പ്രത്യേകിച്ചും ഇതിനു മുമ്പേ ഇവർക്ക് പരോൾ ലഭിക്കുമ്പോൾ നമ്മൾ ബേക്കൽ സ്റ്റേഷൻ പരിധിക്കകത്തേക്ക് ഇവർക്ക് പ്രവേശനമില്ല. ആ സമയത്ത് ഇവർ പരോൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ മുൻപേ ഇവിടെ നിന്ന് ബേക്കൽ സ്റ്റേഷനിൽ നിന്ന് ഇവിടെ നമ്മളോട് അന്വേഷിക്കാൻ വരുമായിരുന്നു, നമ്മളോട് റിപ്പോർട്ട് തേടും. ഇവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ചും മറ്റും നമ്മുടെ അവസ്ഥയെക്കുറിച്ചും കൃത്യമായി അവർ അറിഞ്ഞതിന് ശേഷം അവർ റിപ്പോർട്ട് കൊടുക്കും. ഇത്തവണ ആരും വന്നില്ല. അത് SP വിളിച്ച് ചോദിക്കുമ്പോൾ പറയും നമുക്ക് അങ്ങനത്തെ ഒരു വിവരം ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടല്ല അവർ ഇത് ചെയ്ത്. അതുകൊണ്ടാണ് ഇവരിപ്പോൾ നാട്ടിലേക്ക് വീട്ടിലേക്ക് നമ്മുടെ ഈ പ്രദേശം മൊത്തം ഇവരെ കൊണ്ടുവന്നറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ മുൻ സർക്കാരുകൾ, അതായത് ജയിൽ വകുപ്പ് കൃത്യമായും ചട്ടം ലംഘിച്ചുകൊണ്ട് അവരെല്ലാവരും തുറന്നിളക്കിയതാണ് ഇപ്പോൾ. അപ്പോൾ എന്തും നാട്ടിൽ കുഴപ്പങ്ങളോ മറ്റൊന്നും അവർക്ക് പ്രശ്നങ്ങളില്ല. എന്ത് പ്രശ്നങ്ങൾ നാട്ടിൽ നടന്നാലും ലോ ആൻഡ് ഓർഡർ എന്നുള്ളൊരു സംഭവങ്ങളുണ്ട്, ഇതൊന്നും അവർക്ക് പ്രശ്നങ്ങളില്ല. എല്ലാവരെയും ഈ പരോൾ നൽകിയപ്പോൾ ജയിലധികൃതർ പറഞ്ഞത് ഇത് ഹൈക്കോടതി ഉത്തരവിൻ്റെ പ്രകാരമാണ് എന്നാണ്. പക്ഷേ ഇപ്പോൾ പരോൾ നൽകിയത് ജയിൽ വകുപ്പ് നേരിട്ടാണ് എന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. അതെ, ഹൈക്കോടതി അനുവദിച്ചിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ റിപ്പോർട്ട് തേടിയപ്പോൾ അതിൻ്റെ നിയമവശം പരിശോധിക്കുമ്പോൾ മനസ്സിലായല്ലോ. ആ റിപ്പോർട്ടിനകത്ത് ഉള്ളത് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തേക്ക് ഹൈക്കോടതിയിൽ പരോളിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൽ ഇപ്പോൾ ഇവിടെ അവർക്ക് വീട്ടിലേക്കും ഈ സ്റ്റേഷൻ പരിധിക്കകത്തും എല്ലായിടത്തും വിലസാന്നുള്ള ഒരു അപേക്ഷ മാത്രമേ കോടതിക്കകത്ത് പോയിട്ടുള്ളൂ. ആ കോടതി അതേ അനുവദിച്ചുള്ളൂ. പക്ഷേ ഇവർ പരോൾ അനുവദിക്കുന്നത് ഇപ്പോൾ ജയിൽ വകുപ്പാണ്. അപ്പോൾ അതിനെതിരെയാണ്. അത് ഏത് മാനദണ്ഡ പ്രകാരമാണ്, എല്ലാം നിയമപ്രകാരമാണോ? ഇനിയിപ്പോൾ നിങ്ങൾ എന്ത് നിയമ നടപടിയാണ് ഇതിൽ കോടതിയെ സമീപിക്കുന്നത്? അല്ല, അതെ, ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുണ്ടല്ലോ ആഭ്യന്തര വകുപ്പ്. ആ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ അന്വേഷിക്കും. അപ്പോൾ അതിന് നിയമപരമായ മാർഗത്തിൽ കൂടെ ഇവരെ തിരിച്ച് ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അവരെ തടങ്കലിൽ അടക്കണമെന്നാണ് നമ്മുടെ ഉദ്ദേശം. അതിന് നിയമപരമായി ഇവിടെ പോലീസ് സൂപ്രണ്ടോ അല്ല പോലീസിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായും ആഭ്യന്തര വകുപ്പിനോട് കൃത്യമായി ചോദിച്ചറിഞ്ഞതിന് ശേഷം കോടതിയിൽ പോകേണ്ടതുണ്ടോ? കോടതി അനുവദിക്കാത്തിടത്തോളം കാലം കോടതിയിൽ പോകേണ്ടതില്ല. സർക്കാരിന് തന്നെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് കൃത്യമായിട്ട് അത് അറിയില്ല. അത് അറിഞ്ഞാൽ അവരോട് ചോദിച്ചിട്ട് വേണമെന്ന കാര്യത്തെക്കുറിച്ച് മുമ്പോട്ട് കോടതിയിൽ പോകേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ കോടതിയിൽ പോകും. ഇല്ലെങ്കിൽ സർക്കാരിന് നേരിട്ട് അത് പിൻവലിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് സമ്മർദ്ദം ചെലുത്തും.